നമസ്കാരം ഉണ്ട് സാറേ. എന്തേ? ഞാനേ ഒരു പരാതി തരാൻ വേണ്ടിട്ട് വന്നിരുന്നു. ഇരിക്കും. അല്ല കുഴപ്പമില്ല, ഞാൻ നിന്നോണ്ട്. കുഴപ്പമില്ല, ഇരുന്നോളൂ. അല്ല സാറേ കുഴപ്പമില്ല, ഞാൻ നിന്നോളാ. ഇവിടെ അല്ലേ? എന്താ പരാതി? ഞാന് എന്റെ വീട്ടിൽ നിന്ന് കുറെ സാധനങ്ങൾ കളവ് പോയി സാറേ. എന്ത് സാധനങ്ങള്? എല്ലാ സാധനങ്ങളും. ആകെ ഒരു കട്ടല് മാത്രമാണ് അവിടെ ഇട്ടേക്കണത്. അത് പിന്നെ എന്റെ ഭാര്യ ഉണ്ട് എന്റെ അടുത്ത്. എന്റെ ഭാര്യ ഞാനും മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കാറ്റ് പോയേക്ക് അതുകൊണ്ട് ആ കട്ടല് സാറേ. ബാക്കി ഒക്കെ എടുത്തു കൊണ്ടുപോയി. ഒക്കെ എന്ന് പറയുമ്പോ 10 പവൻ സ്വർണം, പിന്നെ ഒരു TV, പിന്നെ കുട്ടികള് പഠിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്ന അത് പോയി, പിന്നെ ഫ്രിഡ്ജ് പോയി, അലമാര പോയി, അങ്ങനെപ്പെട്ട സാധനങ്ങൾ പോയി. എന്നാ പോയി? ഇന്നലെ രാത്രി. അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാന് സാറേ, ഞാനൊരു 4 മണിക്ക് ഞാൻ എണിക്കണാണ് പുലർച്ചെ. കാരണം സുബഹി നമസ്കരിക്കണമല്ലോ പള്ളി പോയിട്ട്. അതെ, എന്നിട്ട് ഇപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ പോകുന്നവരാ. അപ്പൊ ഞാന് എന്നെ ബോധം കെടുത്തിട്ടുണ്ടായിരിക്കും. അതെങ്ങനെ? കാരണം എന്റെ മുഖത്ത് ഇത് പഞ്ഞി എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ സുബഹിക്ക് എണിക്കണല്ലേ, കെണിക്കാൻ പറ്റിയില്ല. എന്റെ ഭാര്യ ഉണർന്നില്ല. അവിടെ എന്തോ കുപ്പിയിൽ കുറെ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, പിന്നെ പഞ്ഞിക്കെട്ടൊക്കെ കിടക്കുന്നുണ്ട് സാറേ. എന്നെ ബോധം കെടുത്തി പോയി. അവിടെ അടുത്ത് വീടുകളൊന്നുമില്ലേ? വീടുകളുണ്ട്, അത് ഇത്തിരി അകൽച്ചയിലാണേ. കുറച്ച് അകലെയാണ് വീടുകള്. അല്ല, വീട് അടുത്ത് തന്നെ, ആൾക്കാരായിട്ട് ഇത്തിരി അകൽച്ചയിലാണ്. അപ്പൊ അത്രയ്ക്ക് നല്ല സ്വഭാവമല്ല. അല്ല സാറേ, അവരുടെ അത്ര നല്ല സ്വഭാവമല്ല. അതെ, ഈ പരാതി പറഞ്ഞിട്ട് നമ്മുടെ SI സത്യശീലൻ സാറോടാണ്. അത് എവിടെയാണ്? അവിടെ ഉണ്ട്. ഇതേമാതിരിക്ക് അവിടെ കരഞ്ഞു പറയാൻ പറ്റുമെന്ന് അറിയില്ല. സത്യശീലൻ സാറ് സാറില്ല, പുറത്തു പോയിരിക്ക. ഒരു പരാതി ഉണ്ടായിരുന്നു. അവിടെ വെയിറ്റ് ചെയ്യ്. ചേച്ചി അഴിച്ചു വിടുവാ. ശരി സാർ. മാഡം പൊടിഞ്ഞു നോക്കി. എന്നോട് ഞാൻ പറഞ്ഞ ഇതുപോലെ പൊടിയടാ, ഇടയ്ക്കിടയ്ക്ക് ഒന്നും ചോദിക്കണ്ട. അതുപോലെ പൊട്ടിക്കണം കേട്ടോ. അത് തൊണ്ടി മുതലാണ്. അല്ലാ, തൊണ്ടി മുതല. ഞാൻ ഇവിടെ വരണവർക്ക് തിന്നാൻ വെച്ചേക്കാ വിചാരിച്ചു സാറേ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ആദ്യമായിട്ട് വരികയാണേ. ഇത് പോലീസ് സ്റ്റേഷന്റെ അടക്കളേ? അല്ല, ഇവരെന്താ അങ്ങനെ ഇരിക്കണ്? അത് അവർക്ക് കൊടുത്തേക്കണ ശിക്ഷയാ. അതെ, നിങ്ങൾ എന്താ ചെയ്ത്? അയ്യോ, രാവിലെ ചോദ്യം ചെയ്യലൊന്നും വേണ്ട, മിണ്ടാതെ അവിടെ ഇരുന്നോണം. എന്താ നോക്കി നിക്കണ? ഇടിക്കണോ? ശബ്ദം വേണ്ട, ഇടിക്ക്. സാറ് എപ്പോഴാ വരിക സാറേ? സത്യശീലൻ സാറ് ഇപ്പൊ വരും. അല്ലേ? ഇല്ല, വെറുതെ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ഇടങ്ങറ് ഇങ്ങനെ തോന്നാ. വെറുതെ ഇരിക്കണ്ട, ഇടിച്ചോ. എന്റെ ഒലക്കല്ല. ഒലക്ക വേണ്ട, കൊടോണ്ട് കുത്തിക്കോ. വേണ്ട സാറേ, ഞാൻ ഇവിടെ ഇരിക്കാട്ടോ. അതെ, പോകുമ്പോ ഇത് 2-3 പാക്കറ്റ് മേടിച്ചോട്ടാ. അല്ല, എനിക്ക് വേണ്ട. എനിക്ക് പൊടിപ്പിക്കണ മില്ലുണ്ട്, ഇതിന്റെ കമ്പനി ഉണ്ട്. എന്ത് കമ്പനി? അവിടെയൊക്കെ മെഷീൻ അല്ലേ. ഇത് കണ്ടോ, ഇത് നല്ല ഒറിജിനൽ അലൈവായിട്ട് നിങ്ങൾ കാണില്ലേ? അത് ശരി. ഇപ്പൊ ഈ ജാതി പരിപാടിയൊക്കെ ഉണ്ട് സാറിന് ഇവിടെ അല്ലേ? ഇതെന്റെ ഒരു ഹോബിയാ. ഹോബിന്റെ പേര്? എന്റെ കമ്പനിയുടെ പേര് ഫാബി. എന്റെ മോളുടെ പേരറ്റേക്കണേ. സ്റ്റേഷനിൽ ഉണ്ടാക്കുന്ന നല്ല ഒറിജിനൽ പ്രോഡക്ട്സാ. ഇത് മാത്രമല്ല, മഞ്ഞപ്പൊടി, മുളക് പൊടി, ചമ്മന്തിപ്പൊടി, ദോശപ്പൊടി, ചപ്പാത്തിപ്പൊടി എല്ലാം ഉണ്ട്. വെള്ളയപ്പമുണ്ട്. ഇവിടുന്ന് പോകുമ്പോ 2-3 പാക്കറ്റ് മേടിച്ചിട്ട് പോയാ മതി കേട്ടോ. ഉള്ളവർക്ക് കൊടുക്കാതെ നമുക്ക് ഉണ്ടാക്കാൻ തരുമോ സാറേ? സുഗത. സാർ,
അവന് ഏതാണ്ടൊക്കെ സംശയമുണ്ട്, ഒന്ന് തീർത്തു കൊടുത്തേ. എന്താണ് മോനെ എന്റെ സംശയം? ഒന്നുമില്ല സാർ, ഒന്നുമില്ല. അല്ലാ, അല്ലാ, അത്. ഇല്ല ഇല്ല. അമ്മേ, അല്ലാ, പടച്ചോനെ. എന്തൊരു സംശയം? ഇല്ല ഇല്ല ഇല്ല. വേഗം ആവട്ടെ, ഇതും കൂടി തീർക്കണമെന്ന്. എടോ അത് ആയിട്ടില്ല, ഇടിക്കണോ? ഞാൻ ഈ തൊപ്പി അവിടെ ക്യാൻറ്റീനിൽ നോക്കുക. സാറിവിടെ വെച്ചിട്ടാ പോയത്. ആ ഇതാരാ പുതിയ പാർട്ടികള്? ആ, അവർക്കേ ഭയങ്കര നിർബന്ധം പൊതുസ്ഥലത്തിരുന്നേ മദ്യപിക്കുള്ളൂന്ന്. ആണോടാ? അല്ല എന്താ നിന്റെ പേര്? ഉണ്ണി. എന്താ നിനക്ക് ജോലി? മെഡിക്കൽ റെപ്പാസ്. നീയാണടാ മെഡിക്കൽ റബ്ബ്. എന്നിട്ടാണടാ പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നത്? കഴുതേ, അടിച്ച് നിന്റെ കണ്ണിയ പൊട്ടിയും. എന്താ പേര്? പേരെന്താണ്? എന്റെ സുമേഷ് കുമാർ. എന്താ നിനക്ക് ജോലി? ജോലിയൊന്നുമില്ല. എന്തിനാടോ ഈ വയസ്സായ ആളുകളെ കൊണ്ടുപോയി കള്ളു കുടിപ്പിച്ച് നശിപ്പിക്കാൻ നിൽക്കുന്നത്? സാറേ, ബാറുകളൊക്കെ പൂട്ടിയുണ്ട്. എന്റെ പ്രായമുള്ളവരൊക്കെ ഈ കുടി നിർത്തി. അതിന് അപ്പൊ അതിനൊരു കമ്പനി കൂട്ടിയാണ് സാർ. ഓ, അപ്പൊ നിനക്കൊക്കെ കുടിച്ചേ പറ്റൂ അല്ലടാ? നിങ്ങൾക്കൊരു നാണം വേണ്ട മനുഷ്യ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ പുറത്ത് ഇതുപോലെ 2 ക്യാൻ വെള്ളം വെച്ചിട്ടുണ്ട്. 2 പേരും അത് ഇരുന്ന് മുഴുവൻ കുടിച്ച് തീർക്ക്. ആ ഇല്ലേ, കുടിച്ചോ. സാറേ, എനിക്ക് ഷുഗറാണ്. എന്തപ്പാടാ ആ പൊക്കോ. ആ ഒലക്കവിടെ വെച്ചിട്ട് പോണോ? നിനക്ക് ചായ വെള്ളം കുട്ടിയാടാ? ആ വന്നൊരു സാധനം കേൾപ്പിച്ചു തരാം. വേണ്ട. സാറിനെ കാണാൻ വേണ്ടി വന്നിരിക്ക. ആ കാര്യം? ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നാണ്. ആ അതാണല്ലോ പറഞ്ഞത്. എന്താ കാര്യം? ഒരു പരാതി തരാൻ, പരാതി തരാൻ വേണ്ടി വന്നാണ്. ആ പറഞ്ഞോ. എന്താ? എന്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ കളവ്. കരയരുത് കരയാതെ പറ. എന്റെ വീട്ടിലെ സാധനങ്ങൾ കളവ് പോയി. അതിന്റെ പരാതി സാറിന് തരാൻ വന്നതാണ്. അതാണ്. വാ ഇരിക്കടോ. അല്ല, ഞാന് ഇരിക്കടോ. എന്താ പേര്? പോയ. ആ കോയ. കളവ് പോയ മുതലുകളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. അതൊന്നൊരു വിഷയമല്ല. ഞാനുണ്ട് ഇവിടെ. അത് മതി സാറേ, അത് മതിക്ക്. സാധാരണ ആളുകളുടെ വിചാരം ആ, ഈ കാക്കിക്കുള്ളിൽ കലാകാരന്മാരും കവികളൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ നല്ല കവിയുണ്ട്, നല്ല കലാകാരനുണ്ട്. അതെ അല്ലേ? ഞാൻ കുറേശ്ശെ കവിത എഴുതും. അതെ. ഞാനൊരു കവിത എഴുതി കഴിഞ്ഞാൽ അത് മറ്റുള്ള ആളുകളെ വായിച്ച് കേൾപ്പിക്കും. ഞാൻ ഈ കവിത വായിച്ചു കഴിഞ്ഞിട്ട് അത് മോശമാണെങ്കിൽ മോശമാണ് എന്ന് തന്നെ പറയണം. പറയാ സാറേ. പറയില്ലേ? മോശമാണെന്ന് പറയാം. മോശമാണെന്ന് പറയും. എന്താ പറയണ്ടത്? എന്താ പറയണ്ടേന്നോ? ഇവിടെ കവിത വായിക്കട്ടെ, വായിച്ച് കഴിഞ്ഞതിന് ശേഷം പറയാം കേട്ടോ. മണ്ടു കൂടെ കേട്ടോ. നല്ല കവിതയാ. കവിതയുടെ പേര് കുളങ്ങൾ. കുളമേ കുളമേ നിന്നെ കാണാൻ എന്തു ഭംഗി, കുളമേ കുളമേ നിന്നെ കാണാൻ എന്തു ഭംഗി, നല്ല നീലഭംഗി, നല്ല പച്ച ഭംഗി. പച്ച ഞങ്ങളുടെ പള്ളിക്കുളമാവും സാറേ. ഹൗന്ന്. അതെ, നമ്മളെന്ന് വെച്ചാൽ കുളങ്ങളെ കുറിച്ചിട്ടുള്ള കവിതയാണ്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ശരി. എന്നാലോ നിന്നടിയിൽ ചപ്പിളി പിളി ചെളി എങ്ങനെ വന്നു? അത് ഈ മഴക്കാലത്തൊക്കെ അങ്ങനെ മണ്ണൊലിച്ചു കൂടിയിട്ടേ അങ്ങനെ വന്ന് കൂർണാണ് കളി. അതന്നെയാ കവി ഉദ്ദേശിച്ചത്. ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതാണ് കവിത. പേക്രോം തവള കരഞ്ഞു, പേക്രോം തവള കരഞ്ഞു,
കോക്രോം കോക്രോം കാക്ക കരഞ്ഞു. സാറേ ഇനി മണ്ണ് വന്ന് അടിഞ്ഞുകൂടാനുള്ള ഇതുണ്ട് കേട്ടാ. മഴ പെയ്യാനുള്ള ലക്ഷണാണ് അത്. കാക്ക കരയുന്നതും തവള തവള കരയുന്നതും. അല്ലേ? പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ കവിതയുടെ ഗതി അങ്ങോട്ട് മാറുകയാണ്. അത് ശരി. പോ കാക്കേ പോ കാക്കേ പോ പോ കാക്കേ. കാക്കാ, എവിടെ പോണു? അല്ല നിങ്ങള് പോകാക്കെ നിങ്ങളോട് പോകാൻ പറഞ്ഞോ? എന്നോടല്ല അല്ലേ? ഞാൻ മറ്റേ കാക്കോട് പോകാൻ പറഞ്ഞല്ലേ? എന്താ നിങ്ങൾ എഴുതി പോയത്? അല്ല സാറ് പറഞ്ഞ അനുസരിക്കാന്ന് വിചാരിച്ചിട്ട് പോയിക്കോളം പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് നിങ്ങൾ പോവാൻ ഞാൻ പറയും. ഞാൻ ഇരിക്കാണ് മുഴുവൻ കേട്ടിട്ടേ പോകുള്ളൂ. മൂട് പോയി എന്റെ പറഞ്ഞോളിക്കിന്റെ സാധനങ്ങൾ തിരിച്ചിട്ടാ മതി. ഞാൻ എന്റെ ജീവിതത്തിൽ കവിത കേൾക്കാത്ത ഒരാളാണ്. ഞാനൊരു ഒഴുക്കിൽ വന്നതാണ്. പിന്നെ എന്തിനാ അതിന്റെ ഇടയ്ക്ക് എണീറ്റ് പോയത്? ഒഴിക്കോളി ഇടിച്ച് തന്റെ മോന്ത കലക്കാൻ എനിക്ക് തോന്നുന്നത്. നീ കവിത വേണ്ട, ഒന്നും വേണ്ട. വേണ്ട പറ, പരാതി. പരാതി ഞാൻ പറഞ്ഞില്ലേ സാർ, എന്റെ സാധനങ്ങൾ മോഷണം പോയിട്ട്. അതൊന്നുകൂടെ പറയണോ? സാധനങ്ങൾ മോഷണം പോയി. എന്റെ പേരെന്താണ്? എന്റെ പേര് കോയ. എന്തൊക്കെ മോഷണം പോയിച്ചാൽ അത് പറയണോ? മോഷണം പോയത് 10 പവന്റെ സ്വർണം പോയി സാറേ. പിന്നെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവനില്ല. ഓവനില്ലേ? പിന്നെ ഉള്ളത് പറഞ്ഞാ പറയണോ? അല്ല അതെ ഞാൻ അറിയാണ്ട് ഓവൻ ഉണ്ടാവണ്ടായിരുന്നു എന്റെ അവിടെ. ഇപ്പൊ ഇല്ല. പിന്നെ ശരി, ഇതൊക്കെ ആരാ മോഷ്ടിച്ചത്? മോഷ്ടിച്ച് കള്ളന്മാരാണ്. കള്ളന്മാർ തന്നെയാണ്. ദൈവമേ, കള്ളന്മാരല്ലേ? കള്ളന്മാരാണെന്ന് എനിക്കറിയില്ലടോ. പിന്നെ കള്ളന്മാരെ സാർക്കറിയോ? എടോ, തനിക്ക് ആരെങ്കിലും സംശയം ഉണ്ടോന്ന്? ഒറ്റയ്ക്കാണോ അതോ സംഘം ചേർന്നാണോ മോഷ്ടിച്ചതെന്നാ ചോദിക്കുന്നത്? എനിക്ക് സംശയം എന്റെ വീട്ടില് വാടകയ്ക്ക് ഇരുന്ന ആൾക്കാരുടെയാണ് സാറേ. എനിക്ക് സംശയം. അപ്പൊ തനിക്ക് വാടകക്കാരനാണ് സംശയം. വാടക കേസോ കൈകാര്യം ചെയ്യുന്ന അവിടെ സുഖതരാണ്. അങ്ങോട്ട് ചെല്ല്. അവിടെ ഇരിക്കണ സാറല്ലേ? അങ്ങോട്ട് ചെല്ലടോ. ഒരു 4 വരി കവിത കേൾക്കാനൊന്നും തനിക്ക് സമയമില്ലല്ലേ? മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.